സഹോദരന്മാർ, കാരണവന്മാർ, വളരെയേറെ ധന്യമായ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സർവശക്തനായ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഏറ്റവും മനോഹരവും ധന്യവുമായ നിമിഷം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും മനനവും ജീവിതവും എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അല്ലാഹു വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ അല്ലാഹു നിശ്ചയിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗപ്രാപ്തിക്കുള്ള ഒരു മാനദണ്ഡമായി മാറുന്നത്. ഏറ്റവും തണല് നൽകുന്ന മനോഹരമായ ഒരു പാർപ്പിടത്തിൽ അവിടെ സ്വസ്ഥവും സമാധാനവുമായി ജീവിച്ചുകൊണ്ടിരിക്കെ അതിശക്തമായ പുറത്തെ വെയിലിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അസ്വസ്ഥതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ഒട്ടനേകം ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാതെ സ്വസ്ഥവും സമാധാനവുമായ ഒരു തണലിൽ ജീവിക്കാനാണ് അല്ലാഹുവിൻ്റെ കൽപ്പനയും നിർദ്ദേശവും പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാധ്യമാകുന്നത്. എവിടെയാണോ തെറ്റുന്നത് അവിടെയൊക്കെ മാനസികമായ അസ്വസ്ഥതകളുണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നമുക്ക് എപ്പോഴും വേദനകളുണ്ട്, പരാധീനതകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ഇടയ്ക്കൊക്കെ തെറ്റിപ്പോകുന്നു എന്നത് ഒരു വസ്തുതയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റമദാൻ മാസത്തിലെ അവസാനത്തെ പക്കയിൽ ഒറ്റയായ ഏതോ ഒരു രാവിന്റെ കനത്ത നിശബ്ദതയിൽ ഹിറാ ഗുഹയിൽ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, മാർഗത്തെക്കുറിച്ച്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എവിടേക്കാണ് എനിക്ക് പോകേണ്ടത്, എന്താണ് മരണം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ, എങ്കിൽ അതെങ്ങനെയാണ്, പിടികിട്ടാത്ത ഒട്ടനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ അസ്വസ്ഥനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എന്ന ആദ്യ വചനം അവതരിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയുണ്ടായി. ആകാശലോകം ഈ ഭൂമിയോട് ആദ്യമായി സംസാരിച്ച ധന്യമായ മുഹൂർത്തം. അതിനുശേഷം നമ്മൾ എന്നും വായിക്കുന്നു വിശുദ്ധ ഖുർആൻ, എപ്പോഴും നമ്മൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യ വചനത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നത് എന്നും നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കണം. നീ വായിക്കുക എന്നാണ്. നീ വായിക്കുക, ഞാൻ വായിക്കണം, ഞാൻ അറിയണം, ഞാൻ മനസ്സിലാക്കണം, ഞാൻ തിരിച്ചറിയണം, ഞാൻ എൻ്റെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തണം, പാകപ്പെടുത്തണം. അത് സാധ്യമാക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ വായിക്കുക എന്ന് അവതരിപ്പിക്കപ്പെട്ട വേദപുസ്തകം എങ്ങനെ വായിക്കണമെന്ന് പഠിപ്പിച്ചു. ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, സൃഷ്ടിച്ചതിനായ രക്ഷിതാവിന്റെ നാമത്തിലായിരിക്കണം ആ വായന. അവിടെ ചില തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. എന്നെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച രക്ഷിതാവാണ്. അവൻ ആരാണ് എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 23 വർഷക്കാലം കൊണ്ട് മഹാനായ പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദപുസ്തകത്തിൽ ഒട്ടനേകമായ ആയത്തുകളിലൂടെ മനുഷ്യൻ അവന്റെ ജീവിതത്തെ ഏത് വിധത്തിൽ ക്രമപ്പെടുത്തണമെന്ന് ഖുർആൻ നിരന്തരമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ മനസ്സിലാക്കി തരുന്ന വേദപുസ്തകത്തിന്റെ തിരിച്ചറിവിന്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദിശാബോധം ലഭിച്ച ഒരു സമൂഹത്തെ നമുക്ക് മുമ്പിൽ അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ അജ്ഞതയുടെ കാലഘട്ടത്തിൽ, ഇരുണ്ട കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് അക്രമത്തിൻ്റെതാണ്, അനീതിയുടേതാണ്, സ്വാർത്ഥതയുടേതാണ്, വർഗത്തിന്റെ വംശത്തിന്റെ പേരിലുള്ള പിടിവലികളുടെയും അസ്വസ്ഥതകളുടെയും വേദനകളുടെയും പരാധീനതകളുടെയും കാലമാണ്. എല്ലാ വിധത്തിലുള്ള വൃത്തികേടുകളുടെ, അധർമ്മങ്ങളുടെ, കൊലപാതകങ്ങളുടെ ഒക്കെ കാലമാണ്. ആ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയ വേദപുസ്തകം മനുഷ്യ സമൂഹത്തെ നന്നാക്കിയെടുത്തതിനെ കുറിച്ചും അല്ലാഹു പറയുന്നുണ്ട്. يتلو عليهم آياته ويزكيهم
ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ശരിക്കും പിഴവിലായിരുന്നു അവർ അങ്ങേയറ്റത്ത വഴികേടിലായിരുന്നു ഒരു സമൂഹത്തെ എങ്ങനെയാണ് വേദം ഓതിക്കൊടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാക്കിയെടുത്തത്. അവരിൽ നിന്ന് തന്നെയാണ് ഒരു പ്രവാചകനെ നിയോഗിച്ചത്. ആ ഉമ്മി എന്ന് പറയുമ്പോൾ ഉമ്മയുടെ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്കൂളിൽ പോയിട്ടില്ല. അത്തരത്തിലുള്ള ഭാഷ അറിയില്ലായിരുന്നു. ഉമ്മയിൽ നിന്ന് തിരിച്ചറിവിന്റെ പാഠങ്ങൾ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും നിരക്ഷരനായ ആ പ്രവാചകൻ അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ തെളിവടയാളങ്ങൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആദ്യമായി അവർക്ക് ഓതിക്കൊടുക്കുകയാണ് ഉണ്ടായത്. ഓത്ത് നന്നാവണം. നമ്മൾ പഠിക്കുന്നുണ്ട് തജ്വീദ് അനുസരിച്ച്. എന്തുകൊണ്ട്? ഒരക്ഷരം, ഒരു ഹറക്കത്ത്, ഒരു പുള്ളി വ്യത്യാസം വന്നാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നു. അള്ളാഹുവിന്റെ കലാമാണത്. കലാം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കലാം എന്ന് പറഞ്ഞാൽ സംസാരമാണ്. എനിക്ക് സംസാരിക്കാൻ ഒരുപക്ഷെ മുമ്പിൽ ഒരാളുണ്ടാവണം. നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളില്ലാത്തൊരു സമയത്ത് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ മറുപക്ഷത്തെ ഒരാളത് കേൾക്കാനുണ്ട്. അങ്ങനെ അള്ളാഹു നമ്മളോട് നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നതാണത്. ആ സംവദിക്കലിൽ അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോളം മറുപടി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വാക്കുകളെ നമ്മൾ എത്രത്തോളം ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ കലാം എന്ന് നമ്മൾ ഉച്ചരിക്കുന്നില്ല, അത് ഖൗൽ എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖൗലാണ്, വാക്കാണ് എന്ന് നമ്മൾ പറയും. കലാം എന്ന് പറയുമ്പോൾ നേരിട്ട് സംസാരിക്കുന്നതിനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്. നേരിട്ട് സംസാരിക്കുന്ന ആ ആയത്തുകള്, തെളിവടയാളങ്ങള്, ദിവ്യ ദൃഷ്ടാന്തങ്ങള് ശരിക്കും ആ സമൂഹത്തിന് അജ്ഞതയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനീതിയുടെ എല്ലാ വിധത്തിലുള്ള അധർമ്മങ്ങളിലും മുഴുകിയിരുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിക്കൊടുക്കുകയാണ്. ഓതിക്കൊടുത്ത് അവരെ സംസ്കരിച്ച് നന്നാക്കിയെടുക്കുകയാണ്. അവരുടെ വൃത്തികേടുകൾ, അവരിലെ മാലിന്യങ്ങൾ, അവരിലെ എല്ലാ തരത്തിലുള്ള താന്തോന്നിത്തരങ്ങളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ കഴുകി വെടുപ്പാക്കി വൃത്തിയാക്കി. എങ്ങനെ? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട്. വേദം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വേദത്തിന്റെയും ജ്ഞാനത്തിന്റെയും തിരിച്ചറിവിന്റെയും മൂല്യങ്ങളെ വിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മലക്കുകൾ ചോദിച്ച ചോദ്യത്തെ നമ്മൾ നിരന്തരം കേട്ടതാണ്. എന്നിട്ടും ആരാധനയിലും അനുസരണയിലും തുല്യതയില്ലാത്ത ആ സമൂഹത്തിന്റെ മുമ്പിൽ, ജ്ഞാനം ലഭിച്ച ആദം നബിയുടെ ജ്ഞാനത്തിന് മുമ്പിൽ ആ സമൂഹം, മലക്ക് സമൂഹം ശരിക്കും ഇങ്ങനെ നമ്മുടെ ശിരസ്കരായിട്ട് സുജൂദിൽ വീണത് നമുക്ക് കാണാം. ആരാധനയിലും അനുസരണയിലും എല്ലാ വിധത്തിലും ഉയർന്നു നിൽക്കുന്ന അവർ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ, മനുഷ്യ സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദിൽ വീണത് അറിവിന്റെ മഹാ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അറിവിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ജ്ഞാനബോധം നൽകി, തിരിച്ചറിവിന്റെ പാഠങ്ങൾ നൽകി അവരെ പഠിപ്പിച്ചു. അവരായിരുന്നു മിൻ ഖബൽ, അതിനു മുമ്പ് ലഫീ ളലാലിൻ മുബീൻ, ശരിക്കും പിഴവിലായിരുന്നു. ഈ ആയത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിലെ അധർമ്മങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ പല വിധത്തിലുള്ളതാണ്. അനീതി, ചൂഷണം, അല്ലെങ്കിൽ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവർ, അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസരാഹിത്യത്തിൽ ജീവിച്ചവർ, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാത്തവർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരിലൊക്കെ പല വിധത്തിലുള്ള മോശ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. സ്വർഗ്ഗരതിക്കാരായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം കൂടെ ഒത്തൊരുമിച്ച ഒരു സമൂഹമായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെങ്കിൽ ആ എല്ലാ വിധത്തിലുള്ള അധർമ്മങ്ങളും ഇന്നും നിലനിൽക്കുന്നില്ലേ നമ്മുടെ സമൂഹത്തിൽ? അന്ന് ഖുർആൻ ഉണ്ടായിരുന്നില്ല. ഖുർആൻ ഇല്ലാത്തൊരു കാലത്തിലെ അനീതികളും അതിക്രമങ്ങളും താന്തോന്നിത്തരങ്ങളും, ഖുർആൻ ഉള്ള ഒരു കാലഘട്ടത്തിലെ അധർമ്മങ്ങളും അനീതികളും വൃത്തികേടുകളും എങ്ങനെ ശരിയാവും?
എവിടേക്കാണത്? എവിടെയോ കഴിച്ചിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അവരവർ നന്നായി തീരുകയും അവരിലൂടെ തലമുറകൾ നന്നാവുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എങ്കിൽ എവിടേക്കെയോ നമുക്ക് പിഴച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെയല്ല കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണത്. നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ, ഖത്തം തീർത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ, വെളിച്ചവും മറ്റെല്ലാം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. എല്ലാം വേണ്ടത് തന്നെയാണ്. എവിടെയാണ് ശ്രദ്ധ തെറ്റുന്നത്? മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളും മക്കളെ വേണ്ടെന്ന് വെക്കുന്ന മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കളുടെ അവർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ സംഘർഷഭരിതമാകുന്ന ജീവിത ചുറ്റുപാടുകൾ, മക്കളോട് ന്യായമായി മര്യാദമായി പെരുമാറാൻ, അവർക്ക് സമയം കൊടുക്കാൻ, അവരോട് ക്ഷമയോടുകൂടി ഇടപെടാൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നിന്റെ വീട്ടുകാരൻ നീ നിസ്കാരത്തിന് നിർബന്ധിക്കണം. അതിന്റെ പേരിൽ ക്ഷമ കൈക്കൊള്ളണം. പലപ്പോഴും നമുക്ക് ക്ഷമിക്കാനാവുന്നില്ല. നേരിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും നമ്മുടെ പ്രവൃത്തി പദത്തിൽ അത് വരാത്തത് കൊണ്ട് അവർക്കത് ജീവിതത്തിൽ ഒരു മാതൃകയാകാതെ പോകുന്നു. എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ മക്ബറകളിലും ജാരങ്ങളിലും നമ്മുടെ ആളുകൾ കാത്തുകെട്ടിക്കിടക്കുന്നു. ഇത്രമേൽ ബുദ്ധി നൽകിയ മനുഷ്യൻ, ഇത്രമേൽ തിരിച്ചറിവുകൾ നൽകിയ മനുഷ്യൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? നിങ്ങൾ മനനം ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് താഴിട്ടിട്ടുണ്ടോ, പൂട്ടിട്ടിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ശരിക്കും പൂട്ടിട്ടിട്ടുണ്ടോ? എപ്പോഴാണ് അത് തന്നെ തകർക്കപ്പെടുന്നത്? എപ്പോഴാണ് ആ താഴെന്ന് തുറക്കപ്പെടുന്നത്? എപ്പോഴാണ് ഹൃദയം തുറക്കപ്പെടുന്നത്? എപ്പോഴാണ് ആയത്തുകൾ അതിലേക്ക് സന്നിവേശിക്കപ്പെടുന്നത്? അത് ജീവിതത്തിന്റെ സകല തലങ്ങളെയും മാറ്റിമറിച്ച് വിനയത്തിന്റെ, വിജ്ഞാനത്തിന്റെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ, ആർദ്രതയുടെ, അലിവിന്റെ തലത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? ആലോചിച്ച് നോക്കുക. നിരന്തരമായി ഖുർആൻ പഠിക്കുന്നു, ഖുർആനിനെ നമ്മൾ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അതിനെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. പക്ഷെ എവിടേക്കോ നമുക്ക് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? നമുക്കിങ്ങനെ പോകുന്ന പല ഇടങ്ങളെ കുറിച്ച് പറയാനുണ്ടാകും. നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, നമ്മള് പല കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. എല്ലാം നമുക്കിങ്ങനെ പറയാനുണ്ടാകും. നമ്മൾ എവിടേക്കാണ് പോകാത്തത്? നമ്മൾ പോകാത്തത് പലപ്പോഴും ഖുർആനിനെ അതിന്റെ തനതായ രൂപത്തിൽ പഠിക്കാനാണ് നമ്മൾ പോകാത്തത്. നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നതിൽ ഒരുപാട് 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 ചോദ്യം പടച്ച തമ്പുരാൻ നിരന്തരമായി ആ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അന്ധവിശ്വാസം, സാമൂഹികമായ ദുരാചാരങ്ങൾ, അധർമ്മങ്ങൾ, നമ്മുടേതായ തന്നിഷ്ടങ്ങൾ, നമ്മുടേതായിട്ടുള്ള പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, മോഹങ്ങൾ, എല്ലാത്തിന്റെ പിറകെയും നമ്മൾ പോകുന്നു. നമ്മൾ എല്ലാത്തിനും ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നു. അതൊന്നും കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെയല്ലേ. സാമൂഹികമായ ദുരാചാരങ്ങളും നാട്ടാചാരങ്ങളും മാമൂലുകളും തകർത്താടുമ്പോഴും നമുക്ക് ഖുർആൻ പഠിക്കാൻ സമയം കിട്ടുന്നില്ല. ഖുർആനിനെ കുറിച്ച് മനനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ്. പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഓത്, നീ അതിന്റെ പിറകെ കൂടണമെന്ന് പറഞ്ഞു. നീ ഓതിക്കഴിഞ്ഞാൽ നീ അതിന്റെ പിന്നാലെ നീ ഓതിയാൽ നീ അതിന്റെ പിറകെ കൂടണം. ഒരായത്തിനെ നമ്മള് ഓതിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളൊന്ന് സ്റ്റെക്ക് ആവണം. എന്താ എന്റെ റബ്ബ് പറയണം, എന്താ എന്റെ റബ്ബ് എന്നോട് സംസാരിക്കണത്, നമുക്കിങ്ങനെ ആലോചിക്കാൻ പറ്റണം. അതിന്റെ കൂടെ കൂടാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിനെ നീ അനുധാവനം ചെയ്യണം, പിന്തുടരണം.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം പല സന്ദർഭത്തിൽ ചോദിച്ചിട്ടില്ലേ, കൈഫ, എങ്ങനെയാണ്? അതൊരു കൗതുകത്തിന്റെയാണ്, അതൊരു ജിജ്ഞാസയുടെയാണ്, അതറിയാനുള്ള താല്പര്യത്തിൻ്റെതാണ്. നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ജിജ്ഞാസ. അത് പ്രവാചകന്മാർക്ക് മാത്രമാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുക എന്ന് കരുതേണ്ട. അള്ളാഹു നമുക്ക് എത്തിച്ചു തരും ഉറപ്പായിട്ടും. ഇത് അള്ളാഹുവിന്റെ കലാമല്ലേ? അള്ളാഹു സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയില്ലേ, എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, ഒന്നും കൂടി പറയണമെന്ന്. അള്ളാഹു ഒന്നും കൂടി എത്ര തവണ വേണമെങ്കിലും മനസ്സിലാക്കി തരാം. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഒരിത്തിരി സമയം മാറ്റി വെക്കണില്ല. ഉറപ്പായിട്ട് സമയം ഉണ്ടാവും. നമ്മളിങ്ങനെ സമയമില്ല എന്ന് പറയണില്ലേ? അള്ളാഹുവിന്റെ ആയത്തുകളെ നമ്മൾ ചിന്തിക്കാനും പഠിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സമയത്തിൽ ബറക്കത്തുണ്ട്, നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്തുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ട്. അത് അനുഭവിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. സത്യമായും നമ്മൾ വിചാരിക്കും നമുക്കൊന്ന് എല്ലാം നമുക്ക് സാധ്യമാകും. നമുക്ക് സാധ്യമാക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് സാധ്യമാകാത്ത ഒരു കാര്യം അള്ളാഹു പറഞ്ഞിട്ടില്ല. ഒരാൾക്കും പറ്റാത്തതൊന്നും അള്ളാഹു ഒരു ഭാരമായിട്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. നമുക്ക് പറ്റുന്നത് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കണം. അപ്പൊ അള്ളാഹ് പറയാ, പിന്നീട് അത് വിശദീകരിച്ച് തരിക എന്നത് എന്റെ ബാധ്യതയാണ്, കല്ല. പക്ഷെ അവിടെ അള്ളാഹു ഒരു കല്ല വെച്ചു. എന്താ? വെറുതെ, നിസ്സംശയം അങ്ങനൊന്നും അല്ലട്ടോ. നിനക്ക് എന്തൊരു ഇഷ്ടമാണ് ഈ ദുനിയാവിനോട്, നിങ്ങൾക്ക് എന്തൊരു താല്പര്യമാണ് ഈ ദുനിയാവിനോട്, നിങ്ങൾ എന്തുമാത്രം കൊതിയോടുകൂടിയാണ് ഈ ദുനിയാവിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിട്ടേക്കുന്നു. നിങ്ങൾ പരലോകത്തെ വിട്ടുകളഞ്ഞു. ശരിയല്ലേ? അതാണ് ശരി. നമ്മൾ ഈ ദുനിയാവിന്റെ പിറകെ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടണില്ല. നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. റംദാനിൽ നമുക്ക് കിട്ടിയതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്തുകൊണ്ടും നമുക്ക് സാധ്യമാകാതെ വരുന്നുണ്ട്. അവിടെ ഇബ്ലീസിന്റെ കെണിയുണ്ടെന്ന് നമുക്ക് പറയാം, സമ്മർദ്ദങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ആ കെണിയെയും സമ്മർദ്ദത്തെയും അതിജീവിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈമാനിന്റെ കരുത്തുകൊണ്ട്, വിശ്വാസത്തിന്റെ കെൽപ്പ് കൊണ്ട്. നമ്മൾ എന്തിനോടാണ് കൂടുതൽ അടുക്കുന്നത്? നമ്മൾ ഈ മൊബൈൽ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഏത് റീൽസാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലതാണെങ്കിൽ നല്ലത് വന്നുകൊണ്ടിരിക്കും, മോശമാണെങ്കിൽ മോശം വന്നുകൊണ്ടിരിക്കും. നല്ലതിന്റെ പിറകെ നമ്മൾ പോകുമ്പോൾ നല്ലതിന് കിട്ടിക്കൊണ്ടിരിക്കും, മോശമായതാണെങ്കിൽ മോശമായി തന്നെ ആയിരിക്കും. നിങ്ങൾ തീരുമാനിക്കണം ഏത് വേണമെന്ന്. അവിടെയാണ് നീ വായിക്കും, ഞാൻ വായിക്കണം, ഞാൻ ചിന്തിക്കണം, ഞാൻ പഠിക്കണം, ഞാൻ മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ ദുആ ചെയ്യണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുത്. ബഅദ ഇദ് ഹദൈതന, നമുക്ക് സത്യമായിട്ടും മാർഗദർശനം കിട്ടിയിട്ടുണ്ട്. ശരിക്കും നേരത്തെ സാർ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് ഈ ഒരു ഹോളിൽ ഇങ്ങനെ വന്നിരിക്കാൻ ഇന്ന് സാധ്യമായി എന്നത്. ഇത് അല്ലാഹുവിന്റെ കിതാബിൽ രേഖയാക്കിയതാണ്. എങ്കിൽ അത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് ഒരുപാട് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ മാർഗദർശനം തെറ്റിപ്പോകാതിരിക്കാൻ, അത് നിലനിന്ന് കിട്ടാൻ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്ന പ്രാർത്ഥനകളെ കുറിച്ച്, കൂടുതൽ ദുആ ചെയ്തിരുന്ന പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് റബ്ബൻ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്ന അല്ലാഹുവേ. അതാണ് ഈ ഒരു കയറിൽ ഇങ്ങനെ ഞാട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു തൂവല്, കെട്ടിയിട്ടിരിക്കുന്ന ഒരു തൂവല് കാറ്റത്ത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആടി ഉലയും. ചിലപ്പോൾ അത് ശക്തമായ കാറ്റിൽ ഇങ്ങനെ മറിയും, ഇല്ലേ? എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് നമ്മുടെ കൽബ്. എപ്പോഴും ഇങ്ങനെ ഒരുപാട് ചിന്തകളും വിചാരങ്ങളും ഒക്കെ ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലത്തെ കാര്യമായിരിക്കും, നാട്ടിലത്തെ കാര്യമായിരിക്കും, നമ്മുടെ പല കാര്യങ്ങളെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ എങ്ങനെയൊക്കെ മാറിയാലും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്ന അല്ലാഹുവേ, നീ സ്ഥിരപ്പെടുത്തണേ, ഞങ്ങളെ നിന്റെ മാർഗത്തിൽ സ്ഥിരപ്പെടുത്തണേ എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്തഖീമായ
നേരെ ചൊവ്വയുള്ള ഒരു പാതയിലൂടെ പടച്ച തമ്പുരാനെ ഞങ്ങളെ നീ കൊണ്ടുപോകണേ. എന്തൊരു പ്രാർത്ഥനയാണതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെ ശ്രദ്ധയില്ലാതെ ഓതിയാലും ഫാത്തിഹ നമുക്ക് തെറ്റാതെ ഓതാൻ പറ്റും. അള്ളാഹുവിന്റെ അപദാനങ്ങളെ വാഴ്ത്തി അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ച് അള്ളാഹു ആരാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് അള്ളാഹുവിനെ നമ്മളിങ്ങനെ സത്യപ്പെടുത്തണം. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. ഇത് പറഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് തെറ്റിപ്പോയത്. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. എന്തൊരു ശക്തമായ വാക്കാണത്. നഅ്ബുദുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നാണ്. നസ്തഈനുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നതാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഇത്രയും ശക്തമായ ഉറപ്പോടുകൂടി നമ്മൾ പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് അതേ പള്ളിയോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജാറത്തിൽ കയറിയിട്ട് ഇതിനേക്കാൾ ശക്തമായ പ്രാർത്ഥന വിലയൻ കണ്ണീരൊഴുക്കി കൽബ് പൊട്ടിട്ട് ഇങ്ങനെ തേടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എവിടെയാണ് പിഴച്ചത്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒട്ടനേകം ആളുകൾക്കിടയിലേക്കാണ്, ഓരോ സമൂഹത്തിലേക്കാണ് അള്ളാഹുവിന്റെ ആയത്തുകളുമായിട്ട് പ്രവാചകന്മാർ ഇറങ്ങിയതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി പ്രവാചകത്വം അവസാനിച്ചു. എങ്കിൽ അത്തരത്തിൽ വഴിതെറ്റിപ്പോയ ആളുകൾക്ക് മാർഗദർശനം നൽകാൻ, അവരെ നേരിന്റെ മാർഗത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ആരാണ് ഇനിയുള്ളത്? സത്യം നമ്മളെയാണ് ഇനി അതിന് അള്ളാഹു കരുതി വെച്ചിട്ടുള്ളത്. നമ്മളെ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. ഞാനിത് ഇത്ര ശക്തമായി പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് കാട്ടിക്കൂട്ടലുകളല്ല. ലൈസൽ ഈമാൻ ബിത്തമന്നി വലാ ബിത്തഹല്ലി വലാകിൻ മാ വഖറ ഫിൽ ഖൽബ് വഹഖഖഹുൽ അമൽ. പ്രവർത്തനങ്ങളിലൂടെ യാഥാർത്ഥ്യമാകണം. അത് കൽബിൽ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകണം. അത് ആരെങ്കിലും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുന്നു. അയാൾ അങ്ങോട്ട് നടക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ കൂടെ നടക്കുന്നു. അയാൾ ഇങ്ങോട്ടാണെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് ബോധ്യമാകണം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇന്നും അത് മനസ്സിലാക്കാത്ത പതിനായിരക്കണക്കിന് ആളുകൾക്കിടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നിരന്തരമായി ആവർത്തിക്കുന്നില്ലേ നമ്മൾ? എത്ര പ്രാവശ്യം നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, കൽബിൽ ഉറച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കണമെന്ന്. അന്ന് നമുക്ക് കൽബിൽ ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നും കൽബിൽ ഉറയ്ക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഖുർആൻ എവിടെയാണ് പിന്നെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നത്? ഖുർആനും ജീവിതവും തമ്മിലുള്ള ആ ഒരു വിടവ് നമ്മൾ ആലോചിച്ച് നോക്കുക. അത് എത്രമേലും വ്യത്യസ്തമാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിങ്ങനെ കൽബിൽ ഉറയ്ക്കാതെയാണോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? എത്ര പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ബാങ്കിൽ അത് ആവർത്തിക്കുന്നുണ്ട്, ഇഖാമത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട്, അത്തഹിയ്യാത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട്. ഉറപ്പിച്ച് നമ്മൾ പറയുന്നുണ്ട് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. എന്നിട്ട് എത്ര പേര് വിളിച്ചാണ് സഹായം തേടുന്നത്? എവിടെയാണ് നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു അന്തരത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ട്? ഇത് തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾ ഉറപ്പാണ്. ഈ സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ മരിച്ചുപോയാൽ അവരുടെ കർമ്മങ്ങൾക്ക് ഒരു കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നൽകില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായത് ഞാൻ പറയുന്നതാണെന്ന്. എന്റെ പഠിതാക്കളോട് ഞാൻ പറയാറുണ്ട്. ശരിക്കും നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ ചെലവില്ല, നോമ്പെടുക്കുമ്പോഴും നമുക്ക് സാമ്പത്തികമായ ചെലവില്ല. പക്ഷെ ഹജ്ജിന് പോകുമ്പോ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം 10 ലക്ഷമൊക്കെയാണ് പലവിധ ഇതിനനുസരിച്ച്. അങ്ങനെ പോകുന്ന വഴിയില് ശരിക്കും ഇങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധ കഅബയെ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളിൽ എത്രയോ ആളുകൾ പോകുന്ന വഴിയിൽ എത്രയെത്ര ജാറങ്ങളിൽ കയറുന്നുണ്ട്, എത്രയെത്ര മഖബറുകളിൽ കയറുന്നുണ്ട്. അവിടെയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോഴും അവരവിടേക്ക് ഇറങ്ങി വരുന്നവരുണ്ട്. ഖുർആൻ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലക, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകൾ മുഴുവൻ ബാത്തിലാകുന്നതാണ്, നിഷ്ഫലമാകും, ലക്ഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. എത്ര ആളുകൾക്ക് ഇതറിയാം? നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്? അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടുന്ന അന്ധവിശ്വാസങ്ങൾ വേറെ. തിരിച്ചറിയണം നമ്മൾ, ഖുർആനിനെ മനസ്സിലാക്കണം. നമ്മൾ
അടിസ്ഥാനത്തിൽ ബോധ്യമാകണം നമുക്ക്. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലൂടെ ഞങ്ങളെ നയിക്കണേ. ഏതായി മുസ്തഖീമായ പാത? അത് വക്രതയില്ലാത്തതാണ്, വളവില്ലാത്തതാണ്, ചെരിവില്ലാത്തതാണ്, നേരെ ചൊവ്വയുള്ളതാണ്. ആ നേരെ ചൊവ്വയുള്ള പാത സ്വർഗത്തിലേക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറായാൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചതാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ച് കിട്ടിയ പിന്നെ അങ്ങോട്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പല്ലേ? ഇപ്പോഴും വഴിയിലേക്ക് കയറാത്തവരുണ്ട്, വഴി അറിയാത്തവരുണ്ട്. ആ വഴിയിലേക്ക് കയറി കിട്ടിയ തടസ്സങ്ങൾ ഉണ്ടാകാം. നമ്മളിങ്ങനെ ശ്രദ്ധയോടുകൂടി പോകേണ്ടി വരും. എന്നാലും ആ വഴി കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ പോകാമല്ലോ. ഗൂഗിൾ മാപ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ആ ലക്ഷ്യം പ്രാപിക്കാൻ നമ്മളിങ്ങനെ ഉറച്ച് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. എവിടെയാണ് ആ മുസ്തഖീം തെറ്റുന്ന ആലോചിച്ച് നോക്കുക. എത്ര ഇടങ്ങളിൽ ഞാൻ വളരെ സങ്കടത്തോടു കൂടി, കേരളത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ വന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പുതിയ പ്രവണത എന്ന് പറയുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ അധ്വാനിക്കുന്നു. അങ്ങനെ ഒരുപോലെ അധ്വാനിക്കുന്നത് കൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ അല്ല ഇപ്പൊ സ്വത്ത് ഭാഗിക്കേണ്ടത്. ഇപ്പൊ സ്വത്ത് ഭാഗിക്കേണ്ടത് പെൺകുട്ടികൾക്കും ആൺകുട്ടിക്കും ഒരുപോലെയാണ്. കാരണം ഇവരും ചെലവഴിക്കുന്നുണ്ട് കുടുംബത്തിന്, മറ്റേ ആളും ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകളെ കാലത്തിനനുസരിച്ച് ഭേദഗതി വരുത്തണം, മാറ്റണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന്? അങ്ങനെ പറയുക മാത്രമല്ല, ഈ പെൺകുട്ടികൾക്ക് മാത്രം സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാവും ഷുക്കൂർ കല്യാണമൊക്കെ ഇല്ലേ? അത് നമ്മുടെ കൊടുങ്ങല്ലൂരിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, തിരിച്ചറിവില്ലാത്തവർ അത്തരത്തിലുള്ള കല്യാണം നടത്തി സ്വന്തം മാതാപിതാക്കൾക്കും സ്വന്തം സഹോദരങ്ങൾക്കും സ്വത്ത് പോകാതിരിക്കാനുള്ള എല്ലാവിധ പണികളും ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ ഇസ്ലാം ആദ്യമായിട്ട് വന്നതാണ്. കൊടുങ്ങല്ലൂരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം അവിടെയാണ്. അവിടെ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്നത് നമുക്കൊരു സങ്കടമുണ്ട്. അതിന്റെ എല്ലാ തരത്തിലുള്ള ഗ്രൗണ്ട് വർക്കുകളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന്റെ ആയത്തുകൾ കാലികമാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ കാലഹരണപ്പെടാത്തതാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ കാലത്തോട് സംവദിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് ഭേദഗതി വരുത്താൻ നമ്മൾ ആരാണ്? പക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളത് പഠിക്കുന്നില്ല, ഇൽക്കുന്നത് നടക്കുന്നില്ല? അള്ളാഹുവിന്റെ നാമത്തിലല്ല വായിക്കുന്നത്, ഓരോരുത്തരുടെയും തന്നിഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് എന്ന് വരുമ്പോൾ ഇത്തരത്തിലുള്ള അപജയങ്ങൾ സംഭവിക്കുന്നു. അതിന്റെ ദുരന്തങ്ങൾ വരാതിരിക്കുന്നുണ്ട്. ഒരുപാട് പറയാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അവിടെ മുസ്തഖീമായിട്ടല്ല ജീവിക്കുന്നത്. ഇതിന് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുകയും ശരിക്കും തെറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്. എന്നാൽ മുസ്തഖീമായി ജീവിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, പിന്നീട് നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്യാം. അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന, ജീവിതത്തിന്റെ സകല തലങ്ങളിലും അല്ലാഹുവിന്റെ വിനീത ദാസനായി ജീവിച്ച് നേരെ ചൊവ്വേ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വരും. മരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അതാണല്ലോ. അല്ലാഹു സൃഷ്ടിച്ചു, അതിനിടയിൽ കുറച്ചു കാലത്തെ ജീവിതം, പിന്നീട് നമുക്ക് മരണമാണ്, പിന്നീട് പുനർജന്മമാണ്. ആ പുനർജന്മത്തിൽ അല്ലാഹു നിശ്ചയിച്ചതാണ് നമുക്ക് കിട്ടുന്നത്. മരണത്തോടു കൂടി തന്നെ നമുക്ക് ജീവിതത്തിൽ മരണത്തോടു കൂടി തന്നെ ആശ്വാസവും സമാധാനവും സംതൃപ്തിയും ഖബറിൽ വെക്കുന്നതോടുകൂടി പടച്ച തമ്പുരാന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹം കിട്ടി ഒരു പാരത്രിക ജീവിതം തുടങ്ങാൻ മഹാഭാഗ്യം ലഭിക്കാനുള്ള ഒരേ ഒരു കാരണം നമ്മൾ എല്ലാ ദിവസവും ഫാത്തിഹയിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആ വാക്കിനോട് നീതി പാലിക്കാൻ നമുക്ക് സാധ്യമാവുക എന്നതാണ്. ഒരു പ്രാർത്ഥന മാത്രമല്ലല്ലോ, ആ പ്രാർത്ഥനയ്ക്കനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കൂടി ഞാൻ ശ്രമിക്കുമ്പോൾ ആ പാതയിലൂടെ അല്ലാഹു കൊണ്ടുപോകും. എന്റെ വാക്കുകൾ സത്യമാകണം, എന്റെ ഇടപെടലുകൾ, എന്റെ ഇടപാടുകൾ കൃത്യമായിരിക്കണം, എന്റെ ബന്ധങ്ങൾ നല്ല നിലയിലായിരിക്കണം, എന്റെ സ്വഭാവവും പെരുമാറ്റവും എന്റെ ആരാധനകളും സത്യസന്ധവുമായിരിക്കണം. വക്രതയുണ്ടാകരുത്.
അധർമ്മങ്ങൾ ഉണ്ടാകരുത്, അനീതി ഉണ്ടാകരുത്. ചില സ്ഥലങ്ങളിലേക്ക് അല്ലാഹു ലാ തഖറബു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് പറഞ്ഞതല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. എവിടെയൊക്കെ അല്ലാഹു നീ അതിനോട് അടുക്കരുത് എന്ന് പറഞ്ഞുവോ അവിടെയൊക്കെ ഇപ്പോഴും അടുക്കാതിരുന്നെങ്കിൽ നല്ലതാ. നാട് മുഴുവനും ലഹരിക്കെതിരെയുള്ള സമരങ്ങളും അതേപോലെ ജാഥകളും മുദ്രാവാക്യങ്ങളും ഒക്കെയാണ്. എന്നിട്ടും ലഹരി സജീവമാണ്. എവിടെയാണ് തെറ്റിയതെന്ന് ആലോചിക്കുക. ഈ മുസ്തഖീമിൽ നിന്ന് തെറ്റിയിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നതാണ്. എത്ര പേർ നല്ലതാണെന്ന് നമ്മൾ വിചാരിച്ചാലും ചിലതൊന്നും നല്ലതല്ലല്ലോ. അത് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകുന്നു. അതിന് തിരിച്ചറിയുന്ന ആ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കാനും ഒക്കെ സാധിക്കണം. എങ്കിൽ മാത്രമാണ് ആ വിധത്തിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്തഖീമായി നേരിന്റെ നെറിവിന്റെ സത്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള നന്മയുടെ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മരിക്കണ സമയത്ത് ഒട്ടും പേടിക്കണ്ട. ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഈ അസുഖക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര ബേജാറാവുന്നത്? രോഗം മൂർച്ഛിക്കാനൊക്കെയുള്ള കാരണം മരണത്തെ കുറിച്ചുള്ള ഭയമാണ്. മരണത്തെ നമുക്ക് പേടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന എന്തിനോടും നമുക്ക് ഒരു അത് പടച്ചവനിലേക്ക് വെച്ചിട്ട് നമുക്ക് ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കും. ഫലസ്തീനിലെ മക്കളെയും അവിടുത്തെ ജനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അവർക്കതൊരു ജീവിതത്തിന്റെ അനിവാര്യതയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മേക്കാൾ കൂടുതൽ അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം രക്തത്തിൽ പിറന്ന 5ഉം 8ഉം മക്കൾ മരിച്ചു പോകുമ്പോ അവർക്ക് ഇമാമത്ത് നിൽക്കുന്ന ഉപ്പയെ, കണ്ഠമിടറാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബാപ്പയെ, ഉമ്മയെ ഒക്കെ നമുക്ക് കാണാനാകുന്നത്. നമുക്ക് എത്രയോ നാള് രോഗമായി കിടന്നിട്ടുള്ള ഒരു ഉമ്മ മരിച്ചാലും ആ ഉമ്മയെ കുളിപ്പിക്കാൻ അറിയാത്ത, ആ ഉമ്മയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എപ്പോഴും ഈ ജീവിതത്തിനും അപ്പുറമുള്ള ഒരു മരണത്തെ, മറ്റൊരു ജീവിതത്തെ, അതിന്റെ തുടക്കം എന്ന നിലയ്ക്ക് ഒരു മരണത്തെ കുറിച്ചല്ലേ കൂടുതൽ ഓർക്കാൻ പറഞ്ഞത്? മരണത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഓർക്കേണ്ടത്. എന്താ? മരണത്തെ കുറിച്ച്. പക്ഷെ മരണം ഇങ്ങനെ ബേജാറ് പിടിച്ചിങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കാനാണോ? അല്ല. എന്റെ ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപാധി എന്ന നിലയ്ക്ക് അവിടെ എനിക്ക് സത്യസന്ധത ഉണ്ടാകും. എന്റെ കർമ്മങ്ങളിൽ നന്മകൾ ഉണ്ടാകും. എന്റെ എല്ലാ കാര്യത്തിലും നീതിയോടെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ മലക്കുകൾ ഇറങ്ങി വരും. മരിക്കുന്ന സമയത്ത് അവര് പറയും, അല്ല പേടിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രമേൽ എല്ലാവരും ചുറ്റും നിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ജീവൻ പോകിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ സന്തോഷിക്കുന്ന ഒരവസ്ഥ. ഒരു കൂട്ടം മലകൾ, ഓരോ മനുഷ്യന്റെയും നന്മയ്ക്കനുസരിച്ച് ആ മലക്കുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകും. ആ മലക്കുകൾ അത്രയും ഇറങ്ങി വന്നിട്ട് വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ കുറിച്ച് ഞങ്ങൾ ഇതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരണത്തെ അഭിമുഖീകരിച്ച് ഏറ്റവും മനോഹരമായ വിധത്തിൽ സ്വർണത്തിന്റെ താളത്തിൽ പട്ടുവസ്ത്രങ്ങളിൽ ഈ ആത്മാവിനെ അവർ ചേർത്ത് പിടിച്ച് 1-ാം ആകാശത്തേക്കും 2-ാം ആകാശത്തേക്കും 7-ാം ആകാശം വരെ കൊണ്ടുപോവുകയും ഇല്ലിയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ചിത്രം വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരാണ്. ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്കും മരിക്കണം എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എങ്കിൽ നമ്മുടെ മരണത്തെ ഏറ്റവും മനോഹരമാക്കാൻ എന്ത് വഴി എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മത്സരങ്ങളുടെ ലോകത്ത് കുട്ടികളുടെ മാർക്കിന്റെ പേരിൽ അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്റെ കുട്ടി ഒരു ശക്തമായ വെയിലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അവന് അതൊരു സങ്കടമായി നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുന്ന അവസരത്തിൽ ഏറ്റവും താഴ്ചയുള്ള 70 വർഷം വേണ്ട ഒരു കല്ലിട്ടാൽ അതിന്റെ അടിയിലേക്ക് എത്തണമെങ്കിൽ അത്രമേൽ താഴ്ചയുള്ള ഒരു നരകത്തിലേക്ക് നമ്മൾ തള്ളപ്പെടാതിരിക്കാൻ, നമ്മുടെ മക്കളെ
എടുത്തെറിയപ്പെടാതിരിക്കാൻ അവർക്ക് വേണ്ടി എന്ത് പകർന്നു കൊടുത്തു. തലമുറകൾക്ക് ജന്മം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പെൺമക്കൾക്ക് നേരിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാർക്ക് തിരിച്ചറിവുണ്ടാകുന്നില്ല എങ്കിൽ തലമുറകൾ നശിച്ചു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ലാഭം കൊതികളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടുത്തെ മാർക്കിന്റെ വലിപ്പത്തെ കുറിച്ച് നമ്മൾ സന്തോഷിക്കുമ്പോൾ, എവിടെയെങ്കിലും ഒരു മാർക്ക് നഷ്ടപ്പെടുമ്പോൾ ഖേദിക്കുമ്പോൾ, എന്റെ കുട്ടി ഈ ദുനിയാവിലും നാളെ പരലോകത്തും സന്തോഷിക്കുന്നവനാകണമെന്ന് ആത്മാർത്ഥതയുള്ള ഒരു ഉമ്മയുടെ താല്പര്യത്തിന്റെ ആഗ്രഹത്തിന്റെ അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനത്തിന്റെ പരിണതിയാണ് മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരുമിച്ച് സ്വർഗത്തിൽ പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർത്ഥകമാകുമ്പോൾ നടക്കുന്നതാണ്, സത്യസന്ധമാകുമ്പോൾ നടക്കുന്നതാണ്. അതിന്റെ ജീവിക്കുന്ന മാതൃകകളാകാൻ, കോപ്പികളാകാൻ നമുക്ക് സാധിക്കുമ്പോൾ നടക്കുന്നതാണ്. 1000 വട്ടം പറയുന്നതിലല്ല, ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കുമ്പോൾ എന്റെ കുഞ്ഞത് പഠിക്കും. അതുകൊണ്ടാണ് കുഞ്ഞു നാളിലെയുള്ള എല്ലാ ശിക്ഷണങ്ങളും പഠിപ്പിച്ചത്. നമസ്കാരം, സത്യസന്ധത, തിരിച്ചറിവ്. നമ്മളിങ്ങനെ ലുക്മാൻ ഹക്കീമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അതല്ലേ പഠിക്കുന്നത്? യാ ഉനയ്യ എന്ന് വിളിക്കുന്ന പ്രായം ഏതാ? എന്റെ കുഞ്ഞു മോനെ എന്ന് വിളിക്കുന്നത് കുഞ്ഞു മക്കളോട് കുഞ്ഞു നാളിലെ പറഞ്ഞു കൊടുക്കാനാണ്. എന്തൊക്കെ പാഠങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അല്ലാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്, മാതാപിതാക്കളെ കുറിച്ചുള്ള സുവിശേഷങ്ങളാണ്. ഒരു കടുകുമണിയുടെ അത്രയുള്ള ഒരു കാര്യം, അത് ഏത് പാലക്കെട്ടിനുള്ളിലാണെങ്കിലും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഏതെങ്കിലും എവിടെയെങ്കിലും ആണെങ്കിലും അല്ലാഹു കൊണ്ടുവരും. നമ്മുടെ മക്കൾക്ക് ഇതിന് ഈ പാഠമുണ്ടോ? നമ്മൾ കാണാതെ അവർ എന്തൊക്കെ കാണുന്നു, നമ്മൾ കാണാതെ അവർ എന്തെല്ലാം ചെയ്യുന്നു. അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധം, മലക്കുകൾ രേഖയാക്കുന്നുണ്ട് എന്ന ബോധം. കിറാമിൻ കാതിബീൻ, ആദരണീയരായ മലക്കുകളാണ് അവർ. അവരൊന്നും വേണ്ടാന്ന് വെക്കൂല, പോട്ടേന്ന് വെക്കൂല. അവർക്ക് കൂടുതൽ എഴുതിയില്ല. അവർക്ക് ദേഷ്യമുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ ചോദിക്കാൻ ഇടവരരുത്, മാലിഹാദൽ കിതാബ്, ഏത് കാലത്താണ് ഈ ആയത്തിറങ്ങിയത്? ഈ വർത്തമാന കാലത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ക്യാമറകളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പതിയണില്ലേ? എല്ലാ കാര്യവും, നമ്മുടെ വണ്ടി ഏതാണ്, നമ്മൾ എവിടെയാണ് തെറ്റിച്ചത്, നമ്മൾ എവിടെയാണ് നിയമ ലംഘനം നടത്തിയത്, എല്ലാം ആ ക്യാമറകളിൽ പതിയുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ക്യാമറ അതിനേക്കാൾ ശക്തമല്ലേ? ആ ശക്തമായ ക്യാമറയിൽ പതിയാത്തതായിട്ട് ഒന്നുമില്ല. ആ കിതാബ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കർമ്മ പുസ്തകമാണ്? ചെറുതും വലുതുമായ ഒന്നുപോലും ഇതിൽ രേഖയാക്കാതെ വിട്ടുപോയിട്ടില്ലല്ലോ. എല്ലാം ഞാൻ നിങ്ങളും ഈ ഇരിക്കുന്നതുണ്ട്, ഞാൻ സംസാരിക്കുന്നതുണ്ട്, നമ്മൾ ഇവിടുന്ന് പോകുന്നതുണ്ട്, വരുന്നതുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു ഒക്കെ. കൊറോണ സമയത്ത് ഉണ്ടായില്ലേ? അതുപോലെ നമ്മളെ ഇങ്ങനെ നിരന്തരം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ ക്യാമറകൾക്ക് നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര കടുകുപണിയുടെ അത്രയാണെങ്കിലും അത് അല്ലാഹു കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കുക. ഒരു ചെറിയൊരു ആയത്തിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ശ്രദ്ധിക്കാൻ, അതിനെ തിരിച്ചറിയാൻ, അങ്ങനെ നമ്മൾ പഠിക്കുക. നമ്മളിങ്ങനെ നല്ല നിലയിൽ ഖുർആൻ ഓതണം, അതിന്റെ അക്ഷരങ്ങൾക്ക് വ്യക്തമാകണം. അതോടൊപ്പം തന്നെ അതിനെ നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കണം. ലോകത്തിലെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റി എല്ലാവിധ അധർമ്മങ്ങളിലും ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ, നമ്മുടെ സമൂഹത്തിലും അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അധർമ്മങ്ങളും ഇന്നുണ്ട്. നമ്മൾ അതിൽ പെടാതിരിക്കാൻ, നമ്മൾ അത്തരത്തിൽ വഴിതെറ്റി പോകാതിരിക്കാൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് നന്മയുള്ള മനസ്സുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിലെല്ലാ തരത്തിലും അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും, നമ്മുടെ മനസ്സുണ്ടാകണം എന്ന് മാത്രം. ശരിക്കും നിരന്തരമായി എപ്പോഴും നമുക്ക് ഇടക്കൊക്കെയും ഇങ്ങനെ അല്ലാഹു ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൃത്യമായ കാര്യങ്ങൾ, ഒരായത്ത് പോലും അല്ലാഹു വെറുതെ പറഞ്ഞിട്ടില്ല. ഒരു വസ്തുവും അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല വെറുതെ. എല്ലാ
എല്ലാത്തിനും അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിരിക്കെ കൽബിലല്ലാതെ പോകുന്നത്, വിശുദ്ധ ഖുർആൻ നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത്, ഖുർആൻ ഇല്ലാത്തൊരു കാലവും ഖുർആൻ ഉണ്ടായിട്ടും കേടായി പോകുന്ന നശിച്ചു പോകുന്നൊരു കാലവും അത് നമുക്ക് ഉൾക്കൊള്ളാനാകാത്തതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ശരിക്കും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പഠിക്കുകയും അതിനെ പഠന മനനങ്ങൾക്ക് വിധേയമാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും പരസ്പരം തെറ്റിപ്പോകുമ്പോൾ പരസ്പരം സത്യയാഥാർത്ഥ്യത്തെ കുറിച്ച് ഉപദേശിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ട ദാസന്മാരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തിൽ അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോക ഭവനത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള മരണമെന്ന സത്യത്തെ സന്തോഷത്തോടുകൂടി നേരിടാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر الذنوب برحمتك يا أرحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.